മഹാമാഗത്തിനോട് കൊമ്പ് കോർത്ത പിണറായി സർക്കാർ പിന്നീട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ കണ്ടത്? എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതായത് ഇതിൻ്റെ തുടക്കം തുടങ്ങിയ തന്നെ മഹാമാഘത്തോടുള്ള സർക്കാരിൻ്റെ നിലപാടുകൾ വളരെ നിഷേധാത്മകമായിരുന്നു. അതിൻ്റെ സംഘാടകരും ആദ്യം പ്രതീക്ഷിച്ച പോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. സംഘാടകരെ തന്നെ പ്രതീക്ഷിച്ചൊരു 10,000 പേര്, പരമാവധി 50,000 പേരെന്നൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷിച്ചത്. അതിനകത്തൊരു ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം ഈ സംഗതിയിലുണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായിട്ട് നിഷേധാത്മകമായിരുന്നു. അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ നിലപാട് നിഷേധാത്മകമായിരുന്നു. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിലപാട് നിഷേധാത്മകമായിരുന്നു. അവിടുത്തെ പഞ്ചായത്തിൻ്റെ നിലപാട് നിഷേധാത്മകമായിരുന്നു. ആകെ നിഷേധാത്മകമല്ലാത്ത ഏക നിലപാട് സ്വീകരിച്ചത് അവിടുത്തെ പോലീസ് മാത്രമാണ് സഹകരിച്ചത്. എനിക്കറിയാം, ഞാനടക്കം കുംഭമേളയിലുണ്ടായിരുന്ന ദിവസം തെരുവിൽ ലൈറ്റ് കത്തുന്നില്ല. ആ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിൻ്റെ ഉത്തരവാദി ആരാ? അതിൻ്റെ ഉത്തരവാദി എടുത്ത പഞ്ചായത്താണ്. അതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഇവർ ആ ലൈറ്റ് കത്തിച്ചിരുന്നില്ല. മറിച്ച് ഇങ്ങനെയൊക്കെ കൂരാക്കൂരി ഇരുട്ടത്ത് ജനങ്ങളെ ദ്രോഹിക്കുന്നൊരു സമീപനം സർക്കാരുകളും പഞ്ചായത്തുകളൊക്കെ സ്വീകരിച്ച സമയത്തും അവിടുത്തെ ജനങ്ങളുടെ ഒരു സവിശേഷതയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിട്ടത്. അതിനകത്ത് ജാതി മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വീടിൻ്റെ പുറത്ത് ലൈറ്റ് ഇട്ടിരുന്നവർ, സകല വീടിൻ്റെയും. നമ്മൾ വഴി കൂടി പോകുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഞാനവിടുത്തെ MLA ഉണ്ട്. അവിടുത്തെ MLA അയാൾക്കൊക്കെ വരുന്ന പണിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പറയുന്ന MLA സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോട് വന്നിട്ടുണ്ടോ? ഒരു ജാതി മത നേതാക്കന്മാരോട് വന്നിട്ടുണ്ടോ? ആരും വന്നില്ലല്ലോ. അവിടെ വന്നത് മുഴുവൻ സർവ്വസാധാരണക്കാരാണ്. ഇവർ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ 2 ഭക്ഷണപ്പുരകളാണ് ഉണ്ടായിരുന്നത്. അവർ 5,000-10,000 പേർക്കുള്ള ഭക്ഷണം ആദ്യം ഉണ്ടാക്കിയത്. അവസാനം അങ്ങോട്ട് കൂടി അവസാന ദിവസം 30,000 പേര് വെച്ചിട്ട് ഓരോ സ്ഥലത്തും കഴിക്കാൻ വേണ്ടി തുടങ്ങി. അത്രയ്ക്ക് ജനങ്ങളുടെ തിരക്ക്. ജനങ്ങൾ പൂർണ്ണമായിട്ട് എങ്ങനെയാണ് കേരള ജനതയുടെ യഥാർത്ഥ സ്വഭാവം അത് വളരെ വ്യക്തമാക്കിയുള്ള സ്ഥലമാണ് ഈ മഹാകുംഭമേള. കാരണം ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനോട് സഹകരിക്കുന്നു. അവർ ഇപ്പോൾ കുംഭമേള നടക്കുന്ന ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലം വൃത്തിയേടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പഞ്ചായത്ത് പറഞ്ഞതും മുനിസിപ്പാലിറ്റി പറഞ്ഞതും അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തൊക്കെ പറഞ്ഞത് ഇവിടേക്ക് വൃത്തിയേടാകുമെന്നാണ് പറഞ്ഞത്. അവസാനം എന്താ ഉണ്ടായത്? ഈ ഇവിടെ സർക്കാരിൻ്റെ മുഴുവൻ മിഷനറി ഉപയോഗിച്ച് നടത്തുന്ന പല മാമാങ്കങ്ങളെക്കാൾ വൃത്തിയായിട്ടുള്ള രീതിയിലായിരുന്നു അവിടെ കുംഭമേള നടന്നത്. കാരണം അവിടെ ജനങ്ങൾ സഹകരിച്ചിരുന്നതിനോട്. ജനങ്ങൾ സ്വയം ഈ പറയുന്ന കുംഭമേള നടന്ന നിളാനദീ തീരത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സർക്കാരിൻ്റെ സഹകരണം കൊണ്ടല്ല. ഇതിനകത്ത് നമ്മൾ ഈ സഹകരണത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ഇവർ ആര് സഹകരിച്ചില്ലെങ്കിൽ ഇതൊക്കെ നടക്കും. കാരണം കേരള സർക്കാരിൻ്റെ പിന്തുണ ആവശ്യമില്ല, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് പിന്തുണ ആവശ്യമില്ല, ലോക്കൽ പഞ്ചായത്തിന് പിന്തുണ ഇല്ലെങ്കിൽ നടക്കും. ഇത് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് സർക്കാർ അനുമതി നൽകുന്നുണ്ടല്ലോ. നിവൃത്തികെട്ട് നടത്തുകയാണ്. അന്ന് കുംഭമേളയുടെ പരമാചാര്യനായിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരുന്നു, അഖോഡയുടെ ആനന്ദവനം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആര് എതിർത്താലും ഞങ്ങൾ നടത്തും. കാര്യം ജനങ്ങൾ നടത്തുന്നതാണത്. ജനങ്ങൾക്ക് സർക്കാരിൻ്റെ അനുമതിയൊന്നും ആവശ്യമില്ല. സർക്കാർ എതിർത്താലും നടത്താൻ വേണ്ടിയിട്ട് ത്രാണിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങളത് കാണിച്ചു കൊടുത്തില്ലേ? ഒരു ദിവസം 2.5-3 ലക്ഷം തുടങ്ങിയിട്ട് 5 ലക്ഷം വരേക്കുള്ള ജനങ്ങൾ വരുന്നു. ആദ്യത്തെ തുടങ്ങിയ 3 ദിവസം മാത്രം 5,000-ഓ 10,000-ഓ ജനങ്ങൾ വരുന്നു. പിന്നെ അങ്ങോട്ട് ജനങ്ങളൊരു കുത്തൊഴുക്കായിരുന്നു അങ്ങോട്ടേക്ക്. പല സ്ഥലത്തും വണ്ടികൾ ബുക്ക് ചെയ്തിട്ട് ആളുകൾ വന്നു. എൻ്റെ ഒരു വലിയൊരു അനുഭവം കുംഭമേളയെക്കുറിച്ചുള്ളത്, ഞാൻ ആ കുംഭമേളയിൽ പോയിരുന്നു. അപ്പം എൻ്റെ വാഹനം ഇട്ടത് ഒരു മുസ്ലിം വീട്ടിലാണ്. അങ്ങനെയുള്ള വാർത്തകളുണ്ട്. അവരെല്ലാ സ്ഥലത്തും അവരുടെ സഹകരണം കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും. അവർ വീടുകളുടെ ഗേറ്റുകൾ മുഴുവൻ തുറന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ തവന്നൂരിലെ സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങൾ, തിരുനാവായിലെ സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങൾ, അവർ പൂർണ്ണമായിട്ട് കുംഭമേളയുടെ കൂടെയാണ്. അങ്ങ് എപ്പോഴും പറയുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്നാണ്. ഈ സാധാരണക്കാരായ മുസ്ലിങ്ങളല്ലാതെ മറ്റേത് വിഭാഗമാണോ ഉള്ളത്? ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം ലീഗുകാരായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാർ, മറ്റേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുസ്ലിം നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമിയുടെ മുസ്ലിം നേതാക്കന്മാർ, ഈ 5 വിഭാഗക്കാരെ ഒന്നിച്ചായിരുന്നു. അത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം ലീഗുകാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും ഒക്കെ ഒന്നിച്ചായിരുന്നു. എന്തിനു വേണ്ടി? അവരാരും ഇതിന് സഹകരിച്ചില്ല. അവർ പറഞ്ഞത് ഈ പറയുന്ന കുംഭമേള നമ്മുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ മതേതരത്വ ഭാവത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് മാത്രമല്ല, നിളാനദീതീരം മുഴുവൻ വൃത്തികേടാക്കുവർ. ആയിരക്കണക്കിന് ആളുകൾ കൂടും. അവിടെ വരാൻ പോരുന്ന അഘോരികളാണ് വരാൻ പോകുന്നത്, വസ്ത്രമെടുക്കാത്തവരാണ് വരാൻ പോകുന്നത്. അവർ വന്ന് ഇനി ഇവിടെയുള്ള ആളുകളുടെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്
ഇവര് ഈ നേതാക്കന്മാരെ ഇതിനെ എതിർത്ത്. പക്ഷേ MLA അടക്കമുള്ള കെട്ടി ജില്ലയിലെ അവിടുത്തെ MLA എന്നതിൻ്റെ ധാരണ, ഈ പറയുന്ന MLA അടക്കമുള്ള ആളുകളെ സാക്ഷിയായിട്ട് നിർത്തിക്കൊണ്ട് അവിടുത്തെ 10,000 വരുന്ന മുസ്ലിങ്ങൾ അവർ വീടിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. അവർ വണ്ടികൾ കയറ്റിയിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങ് പറഞ്ഞ തരത്തിലുള്ള വിഭാഗത്തിലുള്ള മുസ്ലിമുകൾ, ആ വിഭാഗത്തിലുള്ളവർ ഒരു പ്രശ്നത്തിനായിട്ട് വന്നതായിട്ട് കണ്ടില്ല. അല്ല, അതിന് പ്രശ്നത്തിന് വരാൻ സാധ്യമല്ല. ഇപ്പം ഈ പറയുന്ന ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ നേതാക്കന്മാരെ ഒരു പ്രശ്നമായിട്ട് അവിടെ വന്നിരുന്നെങ്കിൽ ജനങ്ങളുടെ നിന്ന് അടിമേടിക്കും. എനിക്കൊരു സംശയ കരുതലില്ല. കാരണം ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അത് മുസ്ലിം ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, എല്ലാവരുടെയും സമീപനം കുംഭമേള എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആ ലക്ഷ്യത്തിൻ്റെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടിക്ക് അതിനവർക്ക് ചെരിതിരിവുകളില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, നമ്മുടെ ഏത് സമുദായ നേതാവ് അവിടെ സന്ദർശിച്ചത്, ഏത് രാഷ്ട്രീയ നേതാവ് അവിടെ സന്ദർശിച്ചത്. അപ്പം അതിനെക്കുറിച്ച് അബ്ദുൽ കുട്ടി പറഞ്ഞല്ലോ. ബാക്കി ഹജ്ജിൻ്റെ സ്ഥലത്ത് ഹജ്ജിൻ്റെ സംഘാടകരെ പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ചില MP MLA അവിടെ തിരികെ കയറാറ്. ചില മന്ത്രിമാരൊക്കെ വിളിക്കണം നിർബന്ധമില്ല. ഇപ്പം എയർപോർട്ടിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലും കരിപ്പൂർ എയർപോർട്ടിലൊക്കെ ചില മന്ത്രിമാരൊക്കെ ഇവരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഇവനൊക്കെ വിളിക്കേണ്ടവിടെ വലിഞ്ഞേറി വരും. അങ്ങനെ ക്ഷണിച്ചിട്ട് പോലും വരാതിരുന്ന സ്ഥലമാണ് കുംഭമേള. കുംഭമേളയിൽ നമ്മുടെ ഈ സോക്കോൾഡ് ജനപ്രതിനിധികളാരും എത്തിയില്ല, ഇവിടുത്തെ മന്ത്രിമാരാരും എത്തിയില്ല. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, അവിടെ നിന്നുള്ള യാതൊരു തരത്തിലുള്ള സഹകരണം ഉണ്ടായില്ല എന്ന് പറയുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതെയാകുന്നതല്ല. അത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇതൊരു നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്തായാലും ഒഴിവാക്കി വിട്ട കേസായിരിക്കില്ലല്ലോ. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒന്നും തന്നെ പിന്തുണ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ അവർ മൗനമായിട്ടാണെങ്കിലും ഒരു സഹകരണം ഉണ്ടാവണമെന്നില്ല. കാരണം ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് അര മിനിറ്റ് തീരുമാനിച്ചാൽ മതി. സ്ട്രീറ്റ് ലൈറ്റ് കയറിയിട്ട് അങ്ങോട്ട് അതിന് ഫ്യൂസ് അങ്ങ് ഊരിയാൽ മതി. ഈ തരത്തിൽ പണികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് മാത്രമല്ലേ ഇതിന് ഇവരെ പിന്തുണ ആവശ്യമില്ലെന്നേ. ഇപ്പം തവന്നൂർ പഞ്ചായത്തിന് പിന്തുണ കുംഭമേളയ്ക്ക് ആവശ്യമില്ല. അവിടെയെങ്കിലും മലപ്പുറം ജില്ലാ ഭരണാധികാരികളുടെ പിന്തുണ കുംഭമേളയ്ക്ക് ആവശ്യമില്ല. കേരള സർക്കാരിൻ്റെ പിന്തുണ കുംഭമേളയ്ക്ക് ആവശ്യമില്ല. കാരണം ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഇവർ ധരിക്കുന്ന പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ധരിച്ച പോലെയുള്ള ചേരിതിരിവ് ഈ പറയുന്ന ജനങ്ങളുടെ ഇടയ്ക്കില്ല. അവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളും ഒറ്റക്കെട്ടാണ്. അവിടുത്തെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടാണ്. പിന്നെ അവർക്ക് എന്താ പ്രശ്നമുള്ളത്? അവരൊറ്റക്കെട്ടായിട്ട് ഇറങ്ങുകയാണ്. ഹൈന്ദവ ഒരു ജാതി പ്രസ്ഥാനം ഇതിന് പിന്തുണ കൊടുത്തിരുന്നില്ല. ആ പിന്തുണ കൊടുക്കാതെ കണ്ടും ഓരോ കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നടക്കം വണ്ടി ബുക്ക് ചെയ്തിട്ട് ആളുകൾ അവിടെ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിട്ടാണ് നിരവധി ആളുകൾ മാസ്കൊക്കെ ധരിച്ചാണ് വന്നിരുന്നത്. മാസ്ക് ധരിച്ചു വരിക. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ അതായത് സാധു ആനന്ദവനം ഭാരതി അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന്, സലാലയിൽ നിന്ന്, ദുബായിൽ നിന്നൊക്കെ ആളുകൾ, മലയാളികൾ ഇതിനു വേണ്ടിയിട്ട് ലീവ് എടുത്ത് 4 ദിവസത്തെയൊക്കെ ലീവ് എടുത്തുകൊണ്ട് അതായത് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വന്നിട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഞാൻ കണ്ടത് മാത്രമല്ല, അതിനും അപ്പുറം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം മലയാളികൾ ഈ ഒരു മഹാസംഗമത്തിലേക്ക് വന്നു എന്നുള്ളതല്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതൊരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തി, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി. ഇന്നലെ കേരളത്തിലുള്ള വിദ്യാസമ്പന്നര് അല്ലെങ്കിൽ നമ്മളെ ജാതി സംഘർഷങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന കേരളം, ആ കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ആളുകളെത്തി. എന്നെ ഏറ്റവും വലിയ സന്തോഷിപ്പിച്ച വസ്തുത അതാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന് നിരവധി മുസ്ലിം സ്ത്രീകൾ, ഞാൻ കുംഭമേളയിൽ മുസ്ലിം സ്ത്രീകളെ കണ്ടു. അത് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ, പർദ്ദ ഉപയോഗിച്ചവരും പർദ്ദ ഉപയോഗിക്കാത്തവരും, അവരൊക്കെ കുംഭമേളയിലുണ്ടായിരുന്നു. അതിന് കാരണം ഇതൊരു ജാതി മതചിന്തകൾക്കുപരിയായിട്ടുള്ള സംവിധാനമായിരുന്നു. അവർ കാഴ്ചപ്പാടുകൾ അത്തരത്തിലായിരുന്നു. അവരെല്ലാം ഞാൻ കാറിട്ട വീട്ടിൽ അവിടുത്തെ സഹോദരി, ഞാനൊരു പേര് ഞാൻ പറയുന്നില്ല, അവർ പറഞ്ഞത് ഇതൊരു മാമാങ്കത്തിൻ്റെ തുടർച്ചയാണ്. 1755 ഹൈദരാലി എന്ന് പറയുന്ന ആക്രമണകാരി കേരളത്തിലേക്ക് കടന്നു വന്ന് സാമൂതിരിയുമായിട്ട് യുദ്ധം, ചേരിതിരിവുണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മാമാങ്കം ഇല്ലാണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു പുനർജീവനമായിരുന്നു നടന്നത്. ഈ കുംഭമേള ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാമാങ്കമായിരുന്നു കേരളത്തിൽ. ഈ മാമാങ്കത്തിൻ്റെ തന്നെ തുടക്കം ശരിക്കതാണ്. മാമാങ്കം ഒരിക്കലും ഒരു ചാവേറുകളുടെ യുദ്ധമല്ല. മാമാങ്കം ഒരു കാർഷിക പ്രദർശനമാണ്. മാമാങ്കം ഒരു വ്യാവസായിക പ്രദർശനമാണ്.
അത്തരത്തിലുള്ള പ്രദർശനങ്ങളുണ്ടായിരുന്ന മാമാങ്കത്തെ പിന്നെ ചാവേറുകളുടെ കേന്ദ്രമാക്കി വരുത്തിയത് 1700-കൾക്ക് ശേഷമാണ്. അതിൽ സാമൂതിരി മഹാരാജാവിന് പങ്കുണ്ട്, വള്ളുവ കോതിരിക്ക് അതിനകത്ത് പങ്കുണ്ട്, ഇത്തരം നിരവധി ആൾക്ക് കാര്യത്തിൽ പങ്കുണ്ട്. അതിന് വലിയ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയെടുത്തൽ ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഏകദേശം ഇത് പൂർണ്ണമായിട്ട് നിർത്തിയത് ഹൈദരാലിയുടെ ഇടപെടലോട് കൊണ്ടാണ്. പക്ഷെ അതിൽ നിന്ന് സമൂഹം മാറിയിരിക്കുന്നു. ഇന്ന് ഈ പറയുന്ന തവനൂരിലെ മറ്റു ഭാഗത്തുള്ള മുസ്ലിം സമുദായം ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാവാത്മക വശമായിട്ട് ഞാൻ നോക്കിക്കാണുന്ന അതാണ്. ഏറ്റവും പുതിയ വാർത്തകൾ, അതും നമ്മൾ അറിയാത്ത വാർത്തകൾ, മറ്റു പലരും പറയാൻ മടിക്കുന്ന വാർത്തകൾ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇന്ത്യ ലൈവ്. ഇന്ത്യ ലൈവിനെ ഉറപ്പായും സഹായിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രൈബ് ബാർ തെളിഞ്ഞു വരും. അവിടെയും ബെല്ലൈക്കണിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക.